കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിനെ ഇഡി ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. വോട്ടെടുപ്പിന് മുമ്പ് ലഭിച്ച തുടർച്ചയായ 3 സമൻസുകൾ അവഗണിച്ച എം വർഗീസ് ഇന്ന് ഹാജരാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സിപിഎമ്മിന്റെ രഹസ്യ അക്കൌണ്ടുകൾ, ആദായനികുതി വെട്ടിപ്പുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് വർഗീസിനെ ഇഡി 6ാം തവണയും ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. തൃശൂർ ജില്ലയിലെ സിപിഎമ്മിന്റെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും അറിയാവുന്ന ജില്ലാ സെക്രട്ടറി എം വർഗീസ് ഇഡിക്ക് എല്ലാ വിവരങ്ങളും കൈമാറാത്തതിനെ തുടർന്നാണ് തുടർച്ചയായി ചോദ്യം ചെയ്യുന്നത്. ഈ മാസം 22, 23, 24 തീയതികളിലെല്ലാം ഇഡി ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും എം വർഗീസ് ഒഴിഞ്ഞുമാറിയിരുന്നു. ഏപ്രിൽ 5-ന് വിശദമായി ചോദ്യം ചെയ്ത് വിട്ടയച്ച എം വർഗീസ് കഴിഞ്ഞ തിങ്കളാഴ്ച മുതലുള്ള സമൻസുകളിലാണ് തെരഞ്ഞെടുപ്പ് തിരക്കുകൾ ചൂണ്ടിക്കാട്ടി ഹാജരാകാതിരുന്നത്. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ PK ഷാജിനൊപ്പമായിരുന്നു ഒടുവിൽ ചോദ്യം ചെയ്തത്. കോടികളുടെ ക്രമക്കേടുകൾ നടന്ന സിപിഎം നിയന്ത്രണത്തിലുള്ള കരുവന്നൂർ ബാങ്കിൽ പാർട്ടിക്ക് 5 രഹസ്യ അക്കൌണ്ടുകൾ ഉള്ളതായും 72 ലക്ഷത്തിന്റെ നിക്ഷേപമുള്ളതായും ഇഡി കണ്ടെത്തിയിരുന്നു. എന്നാൽ കരുവന്നൂരിൽ രഹസ്യ അക്കൌണ്ടുകൾ ഇല്ലെന്നാണ് ജില്ലാ സെക്രട്ടറി ആവർത്തിക്കുന്നത്. ആദായനികുതി റിട്ടേണുകൾ സമർപ്പിക്കാത്ത സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ദേശസാൽകൃത ബാങ്ക് അക്കൌണ്ട് ആദായനികുതി വകുപ്പ് മരവിപ്പിക്കുകയും ഇഡി ഓഫീസിലെത്തി വർഗീസിനെ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. തൃശൂരിലെ 81 ബാങ്ക് അക്കൌണ്ടുകൾ, ഇതിലൂടെ നടന്ന പണമിടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇഡി പരിശോധിക്കുന്നത്. മുൻ എംപിയും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ PK ബിജുവിനെ 3 തവണ ഇഡി ചോദ്യം ചെയ്തിട്ടുണ്ട്. സിപിഎമ്മിന്റെ തൃശൂരിലെ പ്രമുഖ നേതാക്കളെ കേന്ദ്രീകരിച്ചാണ് കരുവന്നൂർ തട്ടിപ്പിലെ ഇഡി അന്വേഷണം പുരോഗമിക്കുന്നത്. ജനം, കൊച്ചി.